അസ്സലാമു അലൈക്കും. ഇസ്ലാം വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും നല്ല വൃത്തി ഉണ്ടാകണം. അത് എല്ലാ സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. വൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പകുതി എന്നാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സത്യവിശ്വാസികളോട് പഠിപ്പിക്കുന്നുണ്ട്. മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ കാര്യമാണ്. അതോടൊപ്പം മലമൂത്ര വിസർജനത്തിനുമൊക്കെ ശേഷം നല്ലതുപോലെ ശരീരങ്ങൾ വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നു. ദേഹത്തുള്ള അനാവശ്യമായ രോമങ്ങൾ മറ്റുമെല്ലാം എടുത്തുകളയാൻ പഠിപ്പിക്കുന്നു. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാൻ പഠിപ്പിക്കുന്നു. അത്തരത്തിലൊരു മനുഷ്യൻ എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി, ആരോഗ്യമുള്ളവനായിരിക്കാൻ വേണ്ടി, ആ മനുഷ്യന് ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യന് ഗുണമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. അതോടൊപ്പം 5 നേരം നിസ്കാരത്തിന് മുമ്പേയുള്ള ഒളു എന്ന് പറയുന്നത്, ഒരു ഒളു ചെയ്യുന്നതിലൂടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം വൃത്തിയാവുകയാണ്. അത്തരത്തിലൊരു മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ നന്മയ്ക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും ലോകത്തോട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. ആ ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു മതപരമായ കർമ്മമാണ് എന്നതിലുപരി ഇന്ന് ആരോഗ്യ മേഖല പോലും ആ ഒരു പ്രക്രിയയെ അല്ലെങ്കിൽ ആ ഒരു ചേലാകർമ്മത്തെ ശരിവയ്ക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചേലാകർമ്മത്തിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്നുണ്ട്. ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വൈദ്യശാസ്ത്രം പല തവണകളിലായി പല പഠനങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്നത് ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറി. ചേലാകർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞത്. ഏതായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു. 20 വയസ്സുള്ള മെയിലാണ്. കംപ്ലൈന്റ് വേറെ ഒന്നല്ല, ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ 3rd ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്റ്റ് ഉണ്ട്. അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു. അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സിനുള്ളിലായിട്ട് സർക്കംസിഷൻ ചെയ്യണമെന്ന്. സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കംസിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിന്റെ ഉള്ളിൽ സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മെഗ്മയായിട്ട് മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ചൊറിച്ചിലുണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസിഷൻ ചെയ്യണമെന്നൊന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ അത് UTI ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങളിത് വൃത്തിയിൽ കൊണ്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പങ്കാളിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുവഴി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മെയിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു. ഇതിൽ ഈ ഡോക്ടർ പറയുന്നത് ചേലാകർമ്മം ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ചും അതോടൊപ്പം ചേലാകർമ്മം ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതോടൊപ്പം ഈ വീഡിയോയിൽ ആ ഡോക്ടർ ബ്രാഹ്മണനായ മറ്റൊരു ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ 7 വയസ്സിന് മുമ്പേ തന്നെ ചേലാകർമ്മം ചെയ്യണമെന്ന് ആ ബ്രാഹ്മണനായ ഡോക്ടർ പറഞ്ഞതായി ഇതിൽ ഈ ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. 40 വർഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസിൽ ഇതുവരെയും ചേലാകർമ്മം ചെയ്ത ആളുകളിൽ ഇതുവരെയും പെനിസ് ക്യാൻസർ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ആ ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കി, ചേലാകർമ്മത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഇതാദ്യമായിട്ടൊന്നുമല്ല ഒരു ഡോക്ടർ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് വർഷം സേവനം ചെയ്ത ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാർ പോലും അത് സമ്മതിച്ചു വെച്ച കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ CA സർവെക്സിന് ഒരു തടയാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളിൽ റെക്കറന്റ് ഇൻഫെക്ഷൻ ആൺകുട്ടികളിൽ വരുമ്പോൾ ചില സമയത്ത് ഈ സർക്കംസിഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കുറഞ്ഞു കാണാറുണ്ട്.
അപ്പോൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഒത്തിരിയുണ്ട് സർക്കംസിഷൻ ഓർ ചേലകർമ്മത്തിന്. തൊലി ടൈറ്റായവർക്ക്, ഫൈമോസിസ് അഥവാ പാരാഫൈമോസ്, തൊലി പുറകോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരാത്തവർക്ക്, അത്തരം ആൾക്കാരിൽ ഇതൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. ലൈംഗികപരമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിനായിട്ട് ചേലാകർമ്മം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒന്ന് എച്ച് ഐ വി അണുബാധ വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കും. പീനിസിൽ ക്യാൻസർ വരാം ചിലവർക്ക്. ആ പീനിസ് ക്യാൻസറിന് നിയോനേറ്റൽ സർക്കംസിഷൻ, ജന്മന തന്നെ കുഞ്ഞിൻ്റെ ചേലാക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പീനിസ് ക്യാൻസറിനെ വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കുറേ നാളത്തെ പഠനങ്ങൾ അതാണ് തെളിച്ചത്. മെഡിക്കൽ ഇൻഡിക്കേഷൻസ്, ഞാനിവിടെ റിലീജിയസ് ഇൻഡിക്കേഷൻസ് അല്ല, മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് സർക്കംസിഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടനവധിയാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ ആ ഫോർസിന് തിരിച്ച് പുറകോട്ട് പോകാത്ത അവസ്ഥ, അതുമൂലം നമുക്ക് ലിംഗത്തിൽ ആ ചർമ്മം വൃത്തിയാക്കി വെക്കാൻ പറ്റാതെയും റക്കറിനായിട്ട് ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്ന ഒരവസ്ഥ. രണ്ടാമത്തത് പാരാഫൈമോസിസ്, സ്കിന്ന് പുറകോട്ട് പോയി തിരിച്ച് വരാൻ പറ്റാത്തത് എമർജൻസി കണ്ടീഷൻ, വളരെ വീക്കം വരിക, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻ. മൂന്നാമത്തത് BXO, ബലനൈറ്റിസ് സെറോട്ടിക്ക ഒബ്ലിറ്ററൻസ്. നാലാമത്തത് വെച്ച് കഴിഞ്ഞാൽ റക്കറിന് ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻസ്. അഞ്ചാമത്തത് സ്കിന്നിലെ വാട്ട്സ്, പ്രൊഫ്യൂസൽ വാട്ട്സ്. ആറാമത്തത് സ്കിന്നിൻ്റെ ആ അറ്റത്ത് വരുന്ന ക്യാൻസറിന്, പിന്നെ അതിൻ്റെ ആ പ്രൊഫ്യൂഷനിൽ വരുന്ന ചെറിയ ഗ്രോത്തുകൾ. ചെറിയ കുട്ടികളിലാണെങ്കിൽ റക്കറിൻ്റെ ഇൻഫെക്ഷൻ, ജന്മന അസുഖമുള്ള വെസാക്യൂറിട്രിക് റിഫ്ലക്സ്, വൃക്കയിലേക്ക് മൂത്രം തിരിച്ചു കയറുന്ന അവസ്ഥ, പോസ്റ്റീരിയർ യൂത്രൽ വാൾ, ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ റക്കറിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ വൃക്കയെ ബാധിക്കും. അതിൻ്റെ മൂലകാരണം സ്കിന്നിൽ നിന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരുപാട് ഇൻഡിക്കേഷൻസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണിച്ച ഡോക്ടർമാരിൽ ആരും മുസ്ലിമീങ്ങളല്ല. മുസ്ലിം ഡോക്ടർമാരാണ് ഈ പറഞ്ഞിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിക വിരോധികൾ പറയുമായിരുന്നു അത് മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമീങ്ങളെ തന്നെ പിന്തുണയ്ക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കള്ളമാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഈ പറയുന്നത് മുഴുവനും ഇതര മതസ്ഥരായ മികച്ച ഡോക്ടർമാരാണ്. ഇത്തരത്തിൽ ആരോഗ്യ മേഖല സമ്മതിക്കുമ്പോഴും വിദഗ്ധരായ ഡോക്ടർമാർ സമ്മതിക്കുമ്പോഴും ഇപ്പോഴും അത് സമ്മതിക്കാത്ത ചില കൂട്ടരുണ്ട്. സംഘികളും ക്രിസംഘികളും യുക്തിവാദികളും അടങ്ങുന്ന ഒരു കൂട്ടം. അത്തരം ഇസ്ലാമിക വിരോധികൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര തന്നെ പഠനങ്ങളിലൂടെ അത് ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാലും അവന്മാർ സമ്മതിക്കുന്ന മട്ടില്ല. ഒക്കെ ഒരു ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ ഡോക്ടറിനെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു സംഘി രംഗത്ത് വന്നു. ആ സംഘിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചേച്ചി സീരിയസ് ആയിട്ടൊരു വിഷയം പറയുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്. ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പറയാൻ പ്രേരിപ്പിച്ചിട്ടോ പറയണതല്ല. ചേച്ചി ആത്മാർത്ഥമായിട്ട് പറയണതാണ്. കേൾക്കാം നമുക്ക് കഥ. ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും ഒരു പിൻബലമില്ലാതെ വെറുതെ പറയുന്നതെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. ഇവരെന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി ലിംഗാഗ്രം സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ പുണ്യാണെന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവർ. സവാരി ഗിരിഗിരി ചുമ്മാ ഇരുന്ന് തള്ളല ചേച്ചി. വല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാക്കിയിട്ട് പോക്കോണം. ചുമ്മാ ഞങ്ങളെ കൂടി വെറുതെ ആട്ടല്ലേ കേട്ടാ, ആട്ടല്ലേ. കാശ് മേടിച്ചുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഈ സംഖ്യ പറഞ്ഞു വെക്കുന്നത്. നോക്കത് പറയുന്നത് ഒരു ഡോക്ടറാണ്, അല്ലാതെ വഴിയിൽ കൂടി പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയല്ല പറഞ്ഞത്. അതിനെക്കുറിച്ച് പഠിച്ച, ആരോഗ്യമേഖലയെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ പഠിച്ച ഒരു ഡോക്ടറാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അവസാനം അതിനെക്കുറിച്ച് പറഞ്ഞ ആ ഡോക്ടറിനെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. അല്ലെങ്കിൽ ആ പരിഹസിക്കുന്നവൻ ഏതെങ്കിലും ഒരു ഡോക്ടറായിരിക്കണം. അതുമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു സംഘി ഡ്രൈവർ എന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. മുസ്ലിമുകൾക്ക് വേണ്ടി ആരെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിച്ചാൽ, മുസ്ലിമുകൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരും ഈ ഇസ്ലാമിക വിരോധികളുടെ കണ്ണിൽ ഒരു ജിഹാദിയാണ്, ഒരു തീവ്രവാദിയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം ആര് പറഞ്ഞാലും അവരെ ഇത്തരം വർഗീയവാദികൾ തീവ്രവാദികളാക്കി മാറ്റും. അതിപ്പോൾ ഡോക്ടറായിരുന്നാലും ശരി, IPS കാരനായിരുന്നാലും ശരി, IAS കാരനായിരുന്നാലും ശരി, ഏതു വ്യക്തിയായിരുന്നാലും ശരി, മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണിൽ ഒരു തീവ്രവാദിയാണ്. നിങ്ങൾ എത്ര തന്നെ കള്ളക്കഥകൾ മെനഞ്ഞാലും സത്യം സത്യമല്ലാതാവുകയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.